ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ലാങ്സ്റ്റൺ ഹ്യൂസിൻ്റെ ഹാർലം എന്നുള്ളൊരു ഷോർട്ട് പോമാണ് നമ്മളിന്ന് നോക്കുന്നത്. 11 ലൈൻസ് ആണ് ഈ ഒരു പോയത്തിനകത്തുള്ളത്. അപ്പം വളരെ ഷോർട്ടായിട്ട് അദ്ദേഹത്തിന് ഹാർലം റിനസൻസിനെ കുറിച്ചും അല്ലെങ്കിൽ ഹാർലം റിനസൻസിന്റെ എപ്പിസെന്റർ ആയിട്ടുള്ള ആ ഒരു പ്ലേസിനെ കുറിച്ചും ഒക്കെയുള്ള അഭിപ്രായങ്ങളാണ് അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആൻസർ പോലെയുള്ള രീതിയിലാണ് ഇത് പോയം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതായത് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ കുറച്ച് ഒപ്പീനിയൻസും ആ ഒരു രീതിയിലാണ് ഈ ഒരു പോയത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ലാങ്സ്റ്റൺ ഹ്യൂസ് മിസോറിയിലാണ് ജനിച്ചത്. 1967 അദ്ദേഹം മരിച്ചു ന്യൂയോർക്കിൽ വെച്ച്. അദ്ദേഹം ഒരു അമേരിക്കൻ റൈറ്ററാണ്. ഹാർലം റിനസൻസ് എന്നുള്ള ആ ഒരു മൂവ്മെന്റിലെ ഇൻഫ്ലുവൻഷ്യൽ ഫിഗറാണ്. അപ്പം ആഫ്രിക്കൻ അമേരിക്കൻ എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിലുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് പോയട്രി ആണെങ്കിലും പ്ലേസ് ആണെങ്കിലും നോവൽസ് ആണെങ്കിലും ന്യൂസ് പേപ്പർ കോളംസിലാണെങ്കിലും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അമ്മയും ഗ്രാൻഡ് മദറും കൂടിയാണ് ഇദ്ദേഹത്തിനെ വളർത്തിയത്. അപ്പം ഗ്രാൻഡ് മദറിന്റെ ഡെത്തോടുകൂടി ബോത്ത് ഹിസ് മദർ ആൻഡ് ഹിംസെൽഫ് അവർ കുറേ സിറ്റീസിലോട്ട് മാറി മാറി താമസിച്ചു. ആൻഡ് ക്ലീവ്ലൻഡ് എന്നുള്ള സ്ഥലത്താണ് അവർ ലാസ്റ്റ് സെറ്റിൽ ചെയ്തത്. ആൻഡ് ഇദ്ദേഹം ദ നീഗ്രോ സ്പീക്സ് ഓഫ് റിവേഴ്സ് എന്ന് പറഞ്ഞൊരു പോയം പബ്ലിഷ് ചെയ്ത ആ ഒരു സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ക്ലീവ്ലൻഡ് സ്കൂളിൽ ആ ഒരു ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട്. അപ്പം അതായിരുന്നു ആദ്യത്തെ ആ ഒരു പബ്ലിഷ്ഡ് വർക്ക് എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം ഹാർലം എന്നുള്ള സിറ്റിയെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. ഹാർലം എന്ന് പറയുന്നത് ഇദ്ദേഹം പിന്നീട് എനിക്ക് തോന്നുന്നു ക്ലീവ്ലൻഡിന് കഴിഞ്ഞിട്ട് ക്ലീവ്ലൻഡ് എന്നുള്ള സ്ഥലം വിട്ടിട്ട് ഹാർലം എന്നുള്ള സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് ഹാർലം എന്നുള്ള സിറ്റിയോട് ഒരു അറ്റാച്ച്മെന്റ് തോന്നി. അപ്പോൾ അദ്ദേഹം ഈ പോയംസിനകത്തെല്ലാം അല്ലെങ്കിൽ ഹാർലത്തിനെ കുറിച്ച് പറയുന്നതെന്ന് പറയുന്നത് ഗ്രേറ്റ് ഡാർക്ക് സിറ്റി എന്നാണ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ അദ്ദേഹം ന്യൂയോർക്ക് സിറ്റിയിലോട്ട് വന്ന് പിന്നെ ട്രാവലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് യൂറോപ്പിലോട്ടൊക്കെ. അങ്ങനെ ഒരുപാട് റൈറ്റേഴ്സിനെയൊക്കെ അദ്ദേഹം പരിചയപ്പെട്ടു. ഒരുപാട് ഫ്രണ്ട്ഷിപ്സ് ഒക്കെ കിട്ടി അദ്ദേഹത്തിന്. ആൻഡ് ഈ പിന്നീട് അദ്ദേഹം മറ്റേ റേഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ കുറിച്ചും അതുപോലെ ആഫ്രിക്കൻ അമേരിക്കൻ തീംസൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് എംപ്ലോയ് ചെയ്ത് എഴുതാൻ തുടങ്ങി. ആൻഡ് അമേരിക്കയിലൊട്ടാകെ അദ്ദേഹം ട്രാവൽ ചെയ്തു. കുറേ വർക്ക്സ് അദ്ദേഹം പബ്ലിഷ് ചെയ്തു. ആൻഡ് ദെൻ അപ്പോൾ ബ്ലാക്ക് പവർ മൂവ്മെന്റ് അല്ലെങ്കിൽ ബ്ലാക്ക് പവർ ഇതിനെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം കുറച്ചും കൂടി റിഫ്ലക്ട് ചെയ്ത് എഴുതിയത് അദ്ദേഹത്തിന്റെ വർക്ക്സിനകത്ത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ഹാർലം എന്നുള്ള പോം എഴുതിയത് 1951 അതായത് സിവിൽ റൈറ്റ്സ് ആക്ട് ഒക്കെ കൊണ്ടുവരുന്നതിന് മുന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഈ ഹാർലം റിനസൻസ് അല്ലെങ്കിൽ ഹാർലം റയറ്റ്സിന് ശേഷമാണ്, അതായത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ആ ഒരു റയറ്റിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു സംഭവം എഴുതിയത്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഈ ഒരു പോം അദ്ദേഹം എഴുതിയത്. ഈ റയറ്റിന് കാര്യമായിട്ടുള്ള അതായത് കോസസ് എന്തായിരുന്നെന്ന് വെച്ച് റേസിസം, അതുപോലെ തന്നെ കുറെ സെഗ്രിഗേഷൻ, പിന്നെ അൺഎംപ്ലോയ്മെന്റ്, പോലീസുകാർ നടത്തിയ ബ്രൂട്ടാലിറ്റീസ്, ഇതൊക്കെയായിരുന്നു. ബ്ലാക്ക് കമ്മ്യൂണിറ്റിക്ക് നേരെയാണ് ഹാർലം റിനസൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ബ്ലാക്ക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിയിലുള്ള മൈനോറിറ്റി ബ്ലാക്സിനെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ ആർട്ട്, കൾച്ചർ, അതുപോലെ തന്നെ ലിറ്ററേച്ചർ, പൊളിറ്റിക്സ്, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ ഒരു മൂവ്മെന്റ് കൊണ്ടുവന്നത്. ഹാർലം എന്നുള്ള സ്ഥലത്ത് വെച്ചായിരുന്നു നടന്നത്. മാൻഹട്ടല്ല, ഹാർലം എന്നുള്ള സ്ഥലത്തായിരുന്നു ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത്. അപ്പം ലാങ്സ്റ്റൺ ഹ്യൂസ് ഈ ഒരു ഹാർലം എന്നുള്ള പോയം എഴുതിയത് ഹാർലം റയറ്റ്സ് ഹാപ്പൻ ചെയ്തു. അവിടെ ഒരു കുറേ പ്രശ്നങ്ങൾ ഹാപ്പൻ ചെയ്തു. അത് എന്തൊക്കെയായിരുന്നു അതിന്റെ കോസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റിക്ക് നേരെ റേസിസവും സെഗ്രിഗേഷനും അൺഎംപ്ലോയ്മെന്റും അതുപോലെ തന്നെ പോലീസുകാർ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി. അതിനും ഒരു റിയാക്ഷൻ പോലാണ് ഈ ഒരു പോയം അദ്ദേഹം എഴുതിയത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു പോയത്തിനെ വായിച്ചെടുക്കാൻ. ഓക്കെ, ബ്ലാക്ക് പീപ്പിൾ എന്ന് പറയുന്നത് വേൾഡ് വാർ 2 US മിലിറ്ററിയുടെ ഒപ്പം നിന്ന് ഫൈറ്റ് ചെയ്തവരാണ്. പക്ഷെ എന്നാൽ പോലും അവർക്ക് കളറിന്റെ ബേസിസിൽ ഇവരെ മാറ്റി നിർത്തിയിരുന്നു അമേരിക്കൻസ്. ഹാർലം എന്ന് പറയുന്നത് തന്നെ എന്താണ്, ആ ഒരു ഹിസ്റ്റോറിക്കലി ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലമാണ് ഹാർലം. അവർ മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ വന്ന് താമസമായതാണ്. അപ്പൊ നേരത്തെ ഓഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ട് ഹാർലത്തിനെ കുറിച്ചുമൊക്കെ, ഹാർലം റിനസൻസ് എന്താണെന്നുള്ളതൊക്കെ. ആ ഒരു മൈഗ്രേറ്റ് ചെയ്ത് ന്യൂയോർക്ക് സിറ്റിയിൽ വന്ന് താമസിച്ച ആ ഒരു ഏരിയയാണ് ഹാർലം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ലാങ്സ്റ്റൺ ഹ്യൂസ് ഒരു ഡ്രീമിനെ കുറിച്ച് സംസാരിക്കുകയാണ്, ഒരു സ്വപ്നത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഹാർലം എന്നുള്ള സ്ഥലത്ത് കുറേ ആളുകൾ, കുറേ ബ്ലാക്ക് ഫാമിലീസ് ഉണ്ട്. അവരുടെ ആ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഡ്രീമിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത്. അവരുടെ ഡ്രീം എന്തായിരിക്കും, ഒരു ബെറ്റർ ലൈഫ് അല്ലെങ്കിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈക്വാളിറ്റി. ഇതാണ് ഡ്രീം എന്ന് പറയുന്നത്, ഈ ഹാർലം കമ്മ്യൂണിറ്റിയുടെ തന്നെ ഡ്രീം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡ്രീം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഡിലേ ചെയ്ത് പോസ്റ്റ്പോൺ ചെയ്ത് പോവുകയാണ്. ആര് കാരണമാണ്, ഈ അമേരിക്കൻസ്, വൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ സുപ്രീമസി കാരണം ഈ പോളിസീസ് എല്ലാം ഇങ്ങനെ, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടുന്ന ഇവരുടെ ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ അതെല്ലാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡ്രീം ഇവർക്ക് അങ്ങോട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. പോയിന്റ് ഔട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ഡ്രീം ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുവാണ്.
അത് ഇൻജസ്റ്റിസ്, അനീതികൾ കാരണമാണ് ഇങ്ങനെ ഡ്രീം ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇവൻച്വലി ഈ ഡ്രീം എന്ന് പറയുന്ന എല്ലാം ഡിസപ്പിയർ ആയി പോകും. ആൻഡ് ഡ്രീം പെട്ടെന്ന് തന്നെ നടത്താൻ നോക്കുക, സൊസൈറ്റി ആണെന്നുണ്ടെങ്കിലും ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, സൊസൈറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രീമേഴ്സിന്റെ കൂടെ നിന്ന് അവർക്ക് എന്താണോ റൈറ്റ്ഫുൾ ആയിട്ട് വേണ്ടത് അതിന് ഹെൽപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ആളുകളെല്ലാം കൂടെ നിന്ന് ഒരുമിച്ച് നിന്ന് കളക്റ്റീവായിട്ട് ഫൈറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഡ്രീമിന് വേണ്ടി. ഓക്കെ, ആൻഡ് ഹാർലം എന്ന് പറയുന്ന ഒരു ബുക്കിനകത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ്, മൊണ്ടാഷ് ഓഫ് എ ഡ്രീം ഡിഫേർഡ് എന്നും പറഞ്ഞ്. ആ മൊണ്ടാഷ് എന്നുള്ള ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള പോമാണ് ഹാർലം. ആൻഡ് അപ്പോൾ നമുക്ക് പോയത്തിലോട്ട് നോക്കാം. ഇതിനകത്ത് വരുന്ന സെൻട്രൽ മെസ്സേജ് എന്ന് പറയുന്നത് ഡ്രീംസ് ഡിലേ ആയി കഴിഞ്ഞാൽ അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആവും. അത് കുറച്ച് കഴിയുമ്പോൾ അത് ഡിസപ്പിയർ ആവും, അല്ലെങ്കിൽ എല്ലാവരും ആ ഡ്രീംസ് അങ്ങ് കൈവിടും എന്നാണ് പറയുന്നത്. തീംസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വരുന്നത് ഐഡന്റിറ്റി, ഇക്വാളിറ്റി, അതുപോലെ തന്നെ എന്താണ് ഡ്രീംസ്, സെലിബ്രേഷൻ, ഇതൊക്കെയാണ് തീംസ് ആയിട്ട് വരുന്നത്. ഇതിനകത്ത് പോയതിന്റെ സ്പീക്കർ എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരാൾ, അല്ലെങ്കിൽ ദ ഹോൾ ആയിട്ട് ദ ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റി, അങ്ങനെ പറയാം. ഓക്കെ, പൊയറ്റിക് ഫോം എന്ന് പറയുന്നത് ഫ്രീ വേഴ്സിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. 20th സെഞ്ചുറി പോവമാണിത്. അപ്പം ഹാർലം റിനസൻസിന്റെ ആ ഒരു പ്രൈം പീരീഡിലാണ് ഇദ്ദേഹം എഴുതിയിരുന്നത്. അതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞേക്കുന്നത്. ആൻഡ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കുറച്ച് ഞാൻ പറഞ്ഞൊരു 11 ലൈൻസേ ഉള്ളൂ. സോ പോയം ബിഗിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ടു എ ഡ്രീം ഡെഫേർഡ്, അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോയം. ഒരു ക്വസ്റ്റ്യനോട് കൂടിയാണ് നമ്മുടെ പോയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അല്ലേ? ഒരു ഡ്രീം നമ്മൾ ഡിലേ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഡ്രീമിന് എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഡെഫേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്താ? ഇവിടെ ഡെഫേർഡ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡെഫേർഡ് എന്ന് വെച്ചാൽ പോസ്റ്റ് പോൺ ചെയ്യുക അല്ലെങ്കിൽ ഡിലേ ചെയ്യുക. അപ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇതിനകത്ത് ഒരുപാട് ഡീപ്പായിട്ടുള്ള അർത്ഥങ്ങളാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഓഡിയൻസിൻ്റെ അടുത്ത് ചോദിക്കുവാണ്, ഒരു ഡ്രീം നമ്മൾ ഡെഫർ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പം ഈ ഒരു ഡ്രീമിനെ ഇങ്ങനെ ഡെഫർ ചെയ്യുന്നതെന്ന് പറയുന്നത്, ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് ബൈബിളിലും കാണാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബൈബിളിൽ പറഞ്ഞേക്കുന്നത് ഹോപ്പ് ഡെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ടിന് സിക്ക് ആവും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ബൈബിളിൽ ഇതേ ഒരു സെന്റൻസ് ഉണ്ട്, ഹോപ്പ് ഡെഫേർഡ് മേക്സ് ദി ഹാർട്ട് സിക്ക് എന്നും പറഞ്ഞ്, SICK, സിക്ക്. ആ ഒരു ബിബ്ലിക്കൽ റെഫറൻസ് ആണ് നമ്മുടെ പോയിട്ട് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഹോപ്പ് ഡെഫർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോപ്പ് എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ ഡിലേ ചെയ്ത് പോവുകയാണെങ്കിൽ, ജീവിതത്തിൽ ഹോപ്പ് നഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിനെ അത് സിക്കാക്കി മാറ്റും എന്നാണ് പറയുന്നത്. അപ്പം അതേ ഒരു സംഭവം വെച്ചിട്ട് തന്നെയാണ് ഈ റെഫറൻസും, അദ്ദേഹം ഈ ഒരു റെഫറൻസ് വെച്ചിട്ടാണ് പോം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ക്രിസ്ത്യൻസിന്റെ അടുത്ത് സപ്പോർട്ടിന് വേണ്ടി അദ്ദേഹം ഈ പോയറ്റ് ഇങ്ങനെ പ്ലീഡ് ചെയ്യുന്നത് പോലെയാണ് ഈ ഒരു പോം ഇപ്പോൾ തുടങ്ങുന്നത്. കാരണം ബിബ്ലിക്കൽ റെഫറൻസ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത് മനഃപൂർവ്വമാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അടുത്ത് ആസ് എ ഹോൾ ഇങ്ങനെ പ്ലീഡ് ചെയ്യുവാണ്. ബിക്കോസ് അവർക്ക് അറിയാൻ പറ്റും, അതായത് എന്ത് സംഭവിക്കും, അതായത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നതെന്ന് ബൈബിളിനകത്ത് തന്നെ ഉണ്ട്. സോ അത് വെച്ചിട്ടാണ് ഇദ്ദേഹം ഫസ്റ്റ് പോയം തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹോപ്പ് അല്ലെങ്കിൽ ഡ്രീം ഡെഫർ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുവാണ്. പിന്നെ അതിന് എന്തൊക്കെയാണ്, അപ്പോൾ അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അദ്ദേഹം തന്നെ ഒപ്പീനിയൻസ് പറയുന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞു പോകുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് അത് ഡ്രൈ ചെയ്യുമോ, അതായത് ഈ നമ്മുടെ ഡ്രീം ഉണ്ടല്ലോ അത് ഡ്രൈ ആവുമോ, അതായത് നമ്മളെ റേസിൻസ് സണ്ണിൽ വെച്ച് ഡ്രൈ ആക്കത്തില്ലേ നമ്മൾ, അതായത് ഉണക്കമുന്തിരി ഡ്രൈ ആയി പോകത്തില്ലേ സണ്ണിൽ വെച്ചിട്ട്, അതുപോലെയാണോ നമ്മുടെ ഡ്രീമും എന്നാണ് പറയുന്നത്. ഒരു ഡ്രീം ഫുൾഫിൽ ആയില്ലെങ്കിൽ ഡ്രീം ഇങ്ങനെ ഉണങ്ങി പോകുമെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു പോസിറ്റീവ്നെസ്സും അതിൻ്റെ ആ ഒരു പാഷനും എല്ലാം നശിച്ചു പോവുമോ, ഉണങ്ങി പോവുമോ, ഡ്രൈ ആയി പോവുമോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇമേജറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമേജ് എന്ന് പറയുന്നത് റേസിൻസ്, അതായത് ഉണക്കമുന്തിരിയും അതുപോലെ സണ്ണിൻ്റെ ഇമേജുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത്, ഓർ ഫെസ്റ്റർ ലൈക്ക് എ സോർ ആൻഡ് ദെൻ റൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് ഒരു വല്ലാത്തൊരു ഒരു വിയേർഡായിട്ടുള്ളൊരു പിക്ചറാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തുണ്ടാവുന്ന വൂണ്ടുകളുണ്ടല്ലോ, അതിനെയാണ് ഈ ഫെസ്റ്റർ എന്ന് പറയുന്നത്. ഫെസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോർ എന്ന് വെച്ചാൽ വൂണ്ടാണ്, ഫെസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വൂണ്ടൊക്കെ സെപ്റ്റിക് ആവുമല്ലോ, അതിനെയാണ് ഫെസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ദേഹത്ത് ഇപ്പോൾ ഒരു വൂണ്ടുണ്ടായി അത് സെപ്റ്റിക് ആവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വേദനയും അതുപോലെ തന്നെ ഒരു ഡിസ്ഗസ്റ്റിംഗ് ഫീൽ അല്ലേ വരുന്നത്. അപ്പോൾ അതുപോലെ ആവുമോ നമ്മുടെ ഡ്രീം എന്ന്. അപ്പം ഡ്രീം ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരുന്ന ഇങ്ങനെ വെറുപ്പ് പോലെയുള്ള ഇമോഷൻസ് ആയിരിക്കും നമ്മുടെ മൈൻഡിൽ ഫില്ലാവുന്നത്. ആ ഒരു ഡിസപ്പോയിൻമെന്റിനെ കുറിച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അത് ഈ ഡിസപ്പോയിൻമെന്റിനെയാണ് ഇദ്ദേഹം കമ്പയർ ചെയ്യുന്നത് ഫെസ്റ്ററുമായിട്ടും സോറുമായിട്ടും ഒക്കെ. അതായത് നമ്മുടെ ദേഹത്തൊരു വൂണ്ടുണ്ട്,
അതിങ്ങനെ സെപ്റ്റിക് ആകുമ്പോൾ അതിനകത്തുനിന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്ത് വരുമല്ലോ, അതായത് കുറേ ലിക്വിഡും അതുമൊക്കെ. അപ്പോൾ ആ ഒരു സംഭവത്തിൽ അപ്പം അത് നമുക്ക് കാണുമ്പോൾ തന്നെ, ആളുകൾക്കാണെങ്കിലും നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല വേദനയും അതുപോലെ തന്നെ നമുക്കൊരു ഡിസപ്പോയിൻമെൻറ്റും ഒരു ഡിസ്ഗസ്റ്റിംഗ് ഫീലിംഗും വരും. അപ്പോൾ പറയുവാണ് ഇതുപോലെ ഡ്രീം മാറ്റി വെച്ചാലും ഇതിങ്ങനെ തന്നെ ആയി പോകത്തല്ലേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ആ ഒരു വെറുപ്പാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ഹൗ ഇറ്റ് സ്മെൽ. അതായത് അതായത് ഇത് എങ്ങനെ ആയിരിക്കും സ്മെല്ല് ചെയ്യുന്നതെന്ന്. ഈ ഡ്രീം നമ്മളിങ്ങനെ ഡിഫർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് എങ്ങനെ സ്മെല്ല് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോട്ടൻ മീറ്റിന്റെ സ്മെല്ലായിരിക്കുമോ, അല്ലെങ്കിൽ റോട്ടൻ മീറ്റിന്റെ സ്മെല്ലായിരിക്കുമോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് മീറ്റ് നമ്മളിപ്പം റോട്ട് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ നോക്കാതെ എവിടെയെങ്കിലും വെളിയിലങ്ങ് ഇട്ടേക്കുവാണ്, അതിനെ പ്രിസർവ് ചെയ്യാതെ. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നത്, അത് ഇങ്ങനെ അതിന്റെ ക്വാളിറ്റി പോയിക്കൊണ്ടിരുന്ന് അതങ്ങ് നശിക്കും, അല്ലെങ്കിൽ പൂപ്പല് പിടിക്കും അല്ലേ? അതോ ഇതിങ്ങനെ ചോദിക്കും, അതോ ഇയാൾ ചോദിക്കുവാണ്, അതോ ഇത് ചുമ്മാ അതായത് അതിന്റെ പുറത്തൊരു ഔട്ടർ ലെയർ വന്ന് അതിങ്ങനെ കട്ടിയായിട്ടിരിക്കത്തേ ഉള്ളൂ എന്നാണ് നമ്മുടെ ലാങ്സ്റ്റൺ ഹ്യൂസ് ചോദിക്കുന്നത്. അതായത് സെക്കൻഡ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിങ്ങനെ ക്രസ്റ്റഡ് ആയി പോവുമോ, അതോ ഇതിങ്ങനെ സ്റ്റിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമോ, സ്മെല്ല് വരുമോ, അല്ലെങ്കിൽ അതിങ്ങനെ ചുമ്മാ കട്ടി പിടിച്ചിരിക്കുമോ, അതാണ് ചോദിക്കുന്നത്. അതായത് ആളുകളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡ്രീം ഇങ്ങനെ ഡിഫറായി അല്ലെങ്കിൽ ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ചിലപ്പം കംഫർട്ടബിൾ ആയിട്ടുള്ള ലിവിംഗ് ഒക്കെ വിട്ടിട്ട് അവർ വേറെ പോയി സെപ്പറേറ്റ് സൊസൈറ്റിയിൽ താമസിക്കുമോ, അല്ലെങ്കിൽ സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി ആയിട്ട് അവർക്ക് താമസിക്കേണ്ടി വരുമോ, ഒരു വൺനെസ് കാണത്തില്ലേ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ആൻഡ് അനദർ തിങ് എന്താണ്, നെക്സ്റ്റ് വേർഷനകത്ത് സ്പീക്കർ പറയുവാണ് ഡ്രീം എന്തായാലും എന്താവത്തില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഷുഗർ ഓവർ ആവത്തില്ല, അതായത് അത് സ്വീറ്റായി മാറത്തില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി അത് സ്വീറ്റായി മാറുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് അതെന്തായാലും സ്വീറ്റായി ഒന്നും ഈ ഡ്രീം മാറത്തില്ല, അതായത് അത് കംപ്ലീറ്റഡ് ആവത്തില്ല, ഈ ഒരു ഡ്രീം സാറ്റിസ്ഫൈഡ് ഫുൾഫിൽഡ് ആവത്തില്ല. മേ ബി ഇറ്റ് ജസ്റ്റ് സാഗ്സ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഈ ഡ്രീം എന്ന് പറയുന്നത് എന്താണ്, ഹെവി ആയി മാറും. കാരണം ഈ ഡ്രീം ഒരുപാട് വർഷക്കാലമായിട്ട് ഒരുപാട് പേരുടെ ഡ്രീമാണ്. ഈ ഒത്തൊരുമയോട് കൂടി ഈ അമേരിക്കൻ സൊസൈറ്റിയിൽ ജീവിക്കണം എന്നുള്ളത് ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. അപ്പോൾ ആ ഡ്രീം എന്ന് പറയുന്ന അത്രയ്ക്ക് ഹെവിനെസ് ഉണ്ട്, ഒരുപാട് ജനറേഷൻസിന്റെ ആഗ്രഹമായതുകൊണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഈ ഡ്രീം എന്ന് പറയുന്നത് സാഗ് ചെയ്യാൻ കാര്യമാണ്. സാഗ് എന്ന് വെച്ചാൽ തൂങ്ങുമെന്നാണ് പറയുന്നത്. നമ്മുടെ ചെള്ളയൊക്കെ സാഗ് എന്ന് പറയത്തില്ല, ചെള്ള തൂങ്ങിപ്പോകും, കാരണം വെയിറ്റ് വണ്ണം കൂടുമ്പോൾ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പം ഹെവി ലോഡ് എടുത്ത പോലെ ചിലപ്പോൾ അത് തൂങ്ങിപ്പോകുമോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്നൊരു ദിവസം എക്സ്പ്ലോഡ് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ഇത് കുറേ കമ്മ്യൂണിറ്റിയുടെ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ തന്നെ കുറേ ജനറേഷൻസിന്റെ ആഗ്രഹമാണ് ഈ ഒരു ഇക്വാളിറ്റി കിട്ടുക എന്ന് പറയുന്നത്, ഈ ഡിസ്ക്രിമിനേഷനെതിരെ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ കൂട്ടി വെച്ച് ആരും അഡ്രസ്സ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇതൊരു ദിവസം സാഗ് ചെയ്ത് ഹെവി ലോഡായി അല്ലെങ്കിൽ ഹെവി വെയിറ്റ് ആയിട്ട് മാറിയിട്ട് എന്ത് പറ്റും, ഒരു ബേർഡനായി മാറിയിട്ട് ആളുകളുടെ ഷോൾഡറിൽ വന്നിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് വേദന എടുത്ത് അവരെന്ത് ചെയ്യും, സഹിയിട്ട് അവരെന്ത് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്, ഇതിനെ ബേസ്റ്റ് ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ ആളുകൾ എക്സ്പ്ലോഡ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലോഡ് ചെയ്യുമോ ഇല്ലയോ എന്നാണ്. അതായത് ഒരു പരിധി വരെ നമുക്ക് ഹെവി ലോഡ് പറ്റത്തുള്ളൂ, തൂക്കിക്കൊണ്ട് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ. കുറച്ച് കഴിയുമ്പം ഈ സ്മെല്ലും അതായത് കുറേ കാര്യങ്ങളുമായിട്ട് കമ്പാരിസൺ നടത്തിയില്ലേ, അതൊക്കെ ആ ഒരു വെറുപ്പ് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളാണെന്നുണ്ടെങ്കിലും റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ എക്സ്പ്ലോഡ് ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു മിസ്ട്രീറ്റ്മെന്റ് കുറച്ച് കാലം വരെ നമ്മൾ ടോളറേറ്റ് ചെയ്യും, ബട്ട് ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യും, വി വിൽ റെസ്പോണ്ട് ടു ദാറ്റ്, അല്ലെങ്കിൽ വി വിൽ റിയാക്ട് ടു ദാറ്റ് സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. അപ്പം കുറച്ച് കാലം വരെ ഇവരിങ്ങനെ സഹിച്ച് നിൽക്കത്തുള്ളൂ, അതിനുശേഷം അവർ റിയാക്ട് ചെയ്യും. ആ ഒരു റിയാക്ഷനാണ് നമ്മുടെ ഹാർലം റയറ്റ്സ് എന്ന് പറയുന്നത്. ആളുകൾക്ക് മടുത്തു ഈ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്ത്, അവസാനം പോലീസുകാർ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ എന്ത് ചെയ്യും, തിരിച്ചടിക്കും. അതാണ് ഹാർലം റയറ്റ് എന്ന് ഞാൻ പറഞ്ഞത്. അതിന് റിയാക്ഷനായിട്ടാണ് ഈ ഒരു പോം ആരെഴുതിയത്, നമ്മുടെ പോയറ്റ് എഴുതിയത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ പോം എൻഡ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ടൈറ്റിലുണ്ട്. അതായത് എ ഡ്രീം ഡിഫേർഡ് എന്ന് പറഞ്ഞൊരു ടൈറ്റിലും ഈ ഒരു പോയത്തിന് നമ്മുടെ പോയറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാങ്സ്റ്റൺ ഹ്യൂസ് എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ അമേരിക്കൻ റൈറ്ററാണ്. അദ്ദേഹം ഹാർലം റിനസൻസിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതുന്നതെല്ലാം. ആൻഡ് ഹാർലം റിനസൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1920s നടന്ന ഒരു ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ ലിറ്റററി കൾച്ചറൽ മൂവ്മെന്റ് ആണ്. അത് ആഫ്രിക്കൻ അമേരിക്കൻ എക്സ്പീരിയൻസിന് അല്ലെങ്കിൽ ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിക്ക് ഒരു ഈക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആയിരുന്നു. പിന്നെ ഹാർലം റിനസൻസിൽ പങ്കെടുത്ത വേറെ 2 ലിറ്റററി റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ലാങ്സ്റ്റൺ ഹ്യൂസിന്റെ പേര് പറയുക, ക്ലോഡ് മക്കേ എന്ന് പറഞ്ഞൊരാളും കൂടെ ഉണ്ട്, പിന്നെ സോറ നീൽ ഹേർസ്റ്റനും ഉണ്ട്. ഓക്കെ, ഡ്രീം ഡെഫേർഡ് എന്നല്ലെങ്കിൽ ഡെഫേർഡ് ഡ്രീം എന്ന് വെച്ചാൽ മീനിങ് എന്താണ്, നമ്മൾ ഡിലേ ആയി പൊക്കോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്ന ഡ്രീം, അതാണ് ഡ്രീം ഡെഫേർഡ് എന്ന് പറയുന്നത്. സെൻട്രൽ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഹോപ്പാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, കുറേ ഉണ്ട് തീംസ്. പിന്നെ അമേരിക്കൻ ഡ്രീം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കക്കാരുടെ ഒരു മിത്തിക്കൽ ഡ്രീമാണ്, അതായത് ഒരിക്കലും നടക്കാത്ത ഡ്രീം. അതാണ് അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത്. അപ്പം അതായത് ഡെമോക്രസി, ഈക്വാളിറ്റി ഓഫ് റൈറ്റ്സ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെയാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രോമിസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതൊന്നും അവിടെ കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ആ ഒരു സംഭവത്തിനെയാണ് ഒരിക്കലും നടക്കാത്ത കാര്യം, അതിനെയാണ് അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത്. പിന്നെ ഇനി എന്താണ് ഹാർലത്തിൻ്റെ സ്ട്രക്ചർ, അതായത് ഈ ഒരു പോയം എങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു. ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ട്, അതിന് ഒപ്പീനിയൻസ് ഉണ്ട്, അങ്ങനെയാണ് എഴുതി പോകുന്നത്. ക്വസ്റ്റ്യൻ ആൻഡ് ഒപ്പീനിയൻസ് പോലെയാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് പോയം എൻഡ് ചെയ്യുന്നതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡസ് ഇറ്റ് എക്സ്പ്ലോഡ് എന്ന് ചോദിച്ചിട്ടാണ്. അതൊരു ആബ്രപ്റ്റ് ആയിട്ട് സഡൻ ആയിട്ട് ഒരു ഓപ്പൺ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് അതിന് മറുപടി പറയാതാണ് പോയറ്റ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിന് മറുപടി പറയേണ്ടത് ആരാണ്? സൊസൈറ്റി ആണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ആണ്, അല്ലെങ്കിൽ ദ ഹോൾ അമേരിക്ക ഇറ്റ്സെൽഫ് ആണ് അതിന് മറുപടി പറയേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം ആബ്രപ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഓപ്പൺ ക്വസ്റ്റ്യൻ പോലെ ഇട്ട് തന്നത്. പിന്നെ കൺക്ലൂഡ് ചെയ്തേക്കുന്നത് എന്താണെന്ന് പറഞ്ഞു. ഇതിനകത്തുള്ള റൈംസ് എന്ന് പറയുന്നത് ഫ്രീ വേഴ്സിലാണ് ഇത് ഈ പോയം എഴുതിയിരിക്കുന്നത്. പിന്നെ ലൗഡ് ആയിട്ടുള്ള റൈംസ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പറയണം എന്നില്ല, ഫ്രീ വേഴ്സ് എന്ന് എഴുതിയാലും മതി. പൊയറ്റിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പറയുവാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, അതുപോലെ അതിന് ഒപ്പീനിയൻ, ഈ ഒരു രീതിയിലാണ് എഴുതി പോയേക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അവസാനം എൻഡ് ചെയ്യുന്നത് സഡൻ ആയിട്ട് ഒരു ക്വസ്റ്റ്യനിലാണ്. അത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്, അതായത് അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് ഒപ്പീനിയൻ എഴുതുന്നില്ല, നമ്മളുടെ അടുത്ത് ലീവ് ഔട്ട് ചെയ്തിരിക്കുകയാണ് റീഡേഴ്സിന്. ഈ ഫൈനൽ ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണെന്ന് ചോദിക്കും. അതിൻ്റെ മീനിങ് ഹാർലം റയറ്റ്സ് ആണ്. ആളുകൾ കുറേ കാലമൊന്നും ഇത് സഹിച്ച് നിൽക്കത്തില്ല, ഓപ്പറേഷൻ സഹിച്ച് നിൽക്കത്തില്ല. അവസാനം ഇവരെന്ത് ചെയ്യും? എക്സ്പ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യും. ആ ഒരു റിയാക്ഷനാണ് ഹാർലം റൈറ്റ്. അത് ഹാപ്പൻ ചെയ്തത് 1935-ലും 43-ലുമാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് വരുന്ന ഇമേജസ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഇമേജസ് എന്ന് പറയുമ്പം ആ ഉണക്കമുന്തിരിയുടെ ഇമേജ്, റെയ്സിൻ ഇൻ ദ സൺ ചോദിക്കും, പറയാം. അതുപോലെ തന്നെ ഫെസ്റ്റർ ലൈക്ക് എ സോറ്, അതായത് നമ്മുടെ വൂണ്ട് സെപ്റ്റിക് ആവുന്ന ഇമേജ്. പിന്നെ മീറ്റ് റോട്ടൻ ആവുന്ന ആ ഒരു സ്റ്റിങ്ക്. അതുപോലെ തന്നെ ഷുഗറിൻ്റെ മുകളിലുള്ള ക്രസ്റ്റ്. ഇതൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഇമേജസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന അനദർ ടെക്നിക്ക് എന്ന് പറയുന്നത് എൻജാംബ്മെന്റ് ആണ്. അതായത് പങ്ക്ച്വേഷൻ ഇല്ലാതെ ഈ ലൈൻസിനെ കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ട് കൊണ്ടുപോകുന്നത്, അതിനെയാണ് എൻജാംബ്മെന്റ് എന്ന് പറയുന്നത്. ENJAMBMENT. കുറേ ഇമേജസ് കണ്ടിന്യൂസ് ആയിട്ട് ക്യാരി ഓവർ ചെയ്ത് അപ്പുറത്തെ ലൈനിലോട്ട് കൊണ്ടുപോകുന്നു. അതായത് പങ്ക്ച്വേഷൻസ് ഒന്നും യൂസ് ചെയ്യാതെ. പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റീഡർ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇത് റീഡർ അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്, അയാളെ റീഡേഴ്സിനെ ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി താഴോട്ട് കൊണ്ടുവരിക. അതാണ് എൻജാംമെന്റിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഫ്രീ വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്, വേറൊരു മീറ്ററും ഇല്ല ഇതിന്, മെട്രിക്കൽ എലിമെന്റ്സും ഒന്നുമില്ല. പിന്നെന്ന് പറയുന്നത് ഓപ്പണിംഗ് ലൈൻ എന്ന് പറയുന്നത് അയാംബിക് ടെട്രമീറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഓക്കെ, ഇത്രയും. ആൻഡ് അനദർ തിങ് ഇസ് ജാസ് മ്യൂസിക്കിൻ്റെ ആ ഒരു ബീറ്റൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അമേരിക്കൻ ഡ്രീമിന് പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ഡ്രീമിനെതിരെ കൊണ്ടുവന്ന പോയമായിട്ട് ഇതിനെ കാണാം. അതുപോലെ തന്നെ സൈക്കോളജിക്കലി നമുക്ക് ഈ ഒരു പോയത്തിനെ പ്രസന്റ് ചെയ്യാം. അടുത്തതെന്ന് വെച്ചാൽ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം. അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ വെച്ചാൽ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ പോലെയും എഴുതാം. ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ പോലെ എഴുതുവാണെങ്കിൽ ആദ്യമേ ലാങ്സ്റ്റൺ ഹ്യൂസിനെ കുറിച്ച് പറയുക, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയുക, ഹാർലം റെനസൻസ് പറയുക, ടോക്ക് അബൌട്ട് ദ സിറ്റി ഹാർലം, ദെൻ ഹാർലം റെനസൻസ്, ദെൻ ടോക്ക് അബൌട്ട് ഹാർലം റയറ്റ്സ് ആൻഡ് ടോക്ക് അബൌട്ട് വൈ ദേ ആർ റൈറ്റിംഗ്. അതായത് ഈ ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിയുടെ ആ ഒരു സ്പേസിനെ കുറിച്ച് പറയുക അമേരിക്കൻ കമ്മ്യൂണിറ്റിയിൽ. പിന്നെ അവരുടെ പ്രശ്നം എന്താണെന്നും ഹൗ ദ പോയം ഇസ് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലാണ് എഴുതിയിരിക്കുന്നതെന്നും ഹൗ ഡസ് ഇറ്റ് എൻഡ് ആൻഡ് വാട്ട് ആർ ദി ഇമേജസ് യൂസ്ഡ് ആൻഡ് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ലാസ്റ്റ് ലൈൻ. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് വേണം പറയാൻ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ഡ്രീമിനെ കുറിച്ചും പറഞ്ഞിരിക്കണം. അമേരിക്കൻ ഡ്രീം എന്ന് വെച്ചാൽ മിത്താണ്, ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നം. അപ്പോൾ അവിടെ അമേരിക്കൻസിന് പോലും ഒരിക്കലും നടക്കുന്നില്ല ഇക്വാളിറ്റി റൈറ്റ്സ് വന്നു. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രോമിസ് ചെയ്യുന്നത് ഇക്വാളിറ്റിയാണ്, പക്ഷേ അവിടെ വന്ന് താമസിക്കുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള ഇക്വാളിറ്റിയും കിട്ടുന്നില്ല. അതായത് ആഫ്രിക്കൻ അമേരിക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്സ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി. അപ്പോൾ ചിലപ്പോൾ ഒരു ആഫ്രിക്കക്കാരൻ ഒരു അമേരിക്കക്കാരിയെ കല്യാണം കഴിച്ച് അങ്ങനെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അമേരിക്കക്കാർ ഒരു ആഫ്രിക്കനെ കല്യാണം കഴിച്ച് ആ ഒരു രീതിയിൽ ഉണ്ടാകുന്നതാണ് ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റി അവിടെ ഫോം ആയത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഈ ഒരു പിന്നെ ഹാർലത്തിൽ ഇതുപോലെ ബ്ലാക്ക് കമ്മ്യൂണിറ്റി എത്തപ്പെട്ടത്, അതായത് മൈഗ്രേഷനിലൂടെയാണ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വന്നപ്പോൾ ആളുകളെല്ലാം അവിടെ മൈഗ്രേറ്റ് ചെയ്ത് അങ്ങനെയാണ് ആ കമ്മ്യൂണിറ്റി അവിടെ കൂടുതലായിട്ടും നിന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കമൻറ്റ് ബോക്സിൽ. താങ്ക് യു.